ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവനി അമിത്തു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ നീറ്റു. അപ്പോൾ രാജേഷ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും അവർ ഫാമിലിക്ക് വരാൻ പറ്റിയില്ല, അവരൊരു റിലേറ്റീവ് മരിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾ വരണമെന്നായിരുന്നു സദ്യ. അപ്പോൾ അവരന്ന് രാത്രിയായിരുന്നു വന്നത്. അവിടെ നിന്ന് പോന്നു. രാവിലെ പുലർച്ചയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തി. അങ്ങനെ അവർക്ക് അവിടെ ഹോട്ടലിൽ റൂമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് രാവിലെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവരിങ്ങോട്ട് പോന്നു. ഞങ്ങൾ അവരെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ, അവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മോള് പിന്നിക്ക് ഇങ്ങനെ പോവാണ് നാണിച്ചിട്ട്, ആൾക്കാകെ നാണം. അങ്ങനെ പിന്നെ ഞങ്ങൾ വരാനൊക്കെ വിളിച്ച് അങ്ങനെ നേരെ റൂമിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് തോർത്തും അതെല്ലാം എടുത്തിട്ട് നേരെ വന്ന് പൂളിൽ ചാടി. അപ്പം അമിത് ഫസ്റ്റ് ഭയങ്കര കരച്ചിലായിരുന്നു, നന്നായിട്ട് കരഞ്ഞു. വെള്ളത്തിൽ ചാടിയപ്പോൾ അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ രാജേഷേട്ടൻ ചാടിയപ്പോൾ അതിനും കരച്ചിലായിരുന്നു. പിന്നെ അവസാനം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ ചാടിച്ചു. അങ്ങനെ പിന്നെ അവൻ നല്ല കളിയായിട്ടാണ്. പിന്നെ അവന് കയറേ വേണ്ട, ഭയങ്കര കളിയായി. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് പോകാണ്ടായിരുന്നു. അപ്പം തലേ ദിവസം ഞങ്ങൾക്ക് കടൽ വെള്ളത്തിലൊന്നും കളിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻറ്റ് മേരീസ് ഐലൻഡ്. അപ്പോൾ അവിടേക്ക് നേരത്തെ പോകണം, കാരണം നല്ല വെയിലായിരിക്കും, മരങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിൽ പോകണ്ടേ, അപ്പോൾ നല്ല വെയിലായിരിക്കും. അപ്പോൾ നേരത്തെ പോകണം പറഞ്ഞു, 9:30 പോകണം പറഞ്ഞിട്ട് 9:30 വണ്ടിയൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പൂളിൽ നിന്ന് കയറി പോകുമ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു, 9:15 പൂളിൽ നിന്ന് കയറുമ്പോൾ. പിന്നെ അവിടെ പോയി നമ്മൾ ഫ്രഷായി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇഡ്ഡലി ആയിരുന്നു കേട്ടോ, റവ ഇഡ്ഡലി, പിന്നെ ഉപ്പുമാവ്, സാമ്പാർ, ചട്നി. ഇഡ്ഡലി സൂപ്പറായിരുന്നു. ഉപ്പുമാവ് ഇഷ്ടമായില്ല, വെള്ളം പോലത്തെ ഒരു ഉപ്പുമാവ്, നെയ്യിൻ്റെ നല്ല ചോയ ഉണ്ടായിരുന്നു. ഇഡ്ഡലി സൂപ്പറായിരുന്നു. റവ ഇഡ്ഡലി ഞാൻ 3 കഴിച്ചു. അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല വെയിൽ പറഞ്ഞാൽ തല പൊട്ടണ വെയിൽ. നമ്മളവിടെ എത്തുമ്പോൾ എന്താ പറയുക 11:30 അപ്പോൾ അത്ര വെയിൽ കാരണം എനിക്ക് കണ്ണൊന്നും കാണില്ല. ഞാൻ ഇതൊക്കെ എങ്ങനെയൊക്കെയോ എടുക്കുകയാണ്, എനിക്കൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേരനെ അവിടെ ഇവിടെയൊക്കെ നിർത്തി, മിത്തൂന മീനിൻ്റെ അവിടെയൊക്കെ നിർത്തി, അവനീനൊക്കെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത്ര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് അവിടെ ടിക്കറ്റ് എടുക്കണോടത്തേക്ക് പോയി. അവിടെ വലിയ ആൾക്കാർക്ക് 350, പിന്നെ ചെറിയ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എത്ര 150 അങ്ങനെ എത്രയോ ആണ്. 10-ന് താഴെയുള്ള പിള്ളേർക്കൊന്നും അവർ വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, കയറി, ജാക്കറ്റൊക്കെ ഇട്ടു. പിന്നെ അവിടെ കയറിയിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറോളം ഐലൻഡിലേക്ക് പോവാൻ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഇരുന്നു. അപ്പോൾ ഇവരിങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫുള്ള് ഹിന്ദി പാട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പോയി പറഞ്ഞു, ഞങ്ങൾ കൂടുതലും നമ്മൾ മലയാളികളെ കയറിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ മലയാളം പാട്ട് വയ്ക്കുമോ പറഞ്ഞു. അപ്പോൾ അവർ എന്ത് ചെയ്തു, മലയാളം പാട്ടായി. പിന്നെ പാലാപ്പള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ ഫ്രണ്ടിക്ക് പോയി നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്തത് ഇവർ മലയാളം പാട്ടൊക്കെ വെച്ചിരിക്കണത്. അപ്പം ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു. കാരണം ഒരുപാട് നേരം ഉണ്ട്, അങ്ങോട്ട് അരമണിക്കൂറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് അരമണിക്കൂറുണ്ട്. അപ്പോൾ എന്തായാലും കുറേ പേരൊക്കെ ഡാൻസ് കളിച്ചു. പിള്ളേരിട്ട അവനെയൊന്നും കളിക്കുക ചെയ്തില്ല, അവന് റവട്ടിൽ തൊടുന്നെ ചെയ്തിട്ടില്ല, അവന് വിശന്നിട്ട് കണ്ണ് കാണാനില്ല. അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. പിന്നെ ലേസൊക്കെ തിന്നു, അതിനെ കഴിച്ചുള്ളൂ. എന്നാലും ചെറുതായിട്ട് വിശക്കണമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവൾക്ക് തലവേദനയ്ക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളവിടെ എങ്ങനെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, ഒരു സാധനം കയറ്റാൻ പാടില്ല. എല്ലാ സാധനങ്ങളും വിൽക്കണ കടകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് എല്ലാം വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചിലവുണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു സാധനം, വെള്ളം കുപ്പി പോലും. എന്നിട്ട് അമിത്തിൻ്റെ ലേസ് കഴിയണില്ല. അപ്പം ഞാൻ അവൻ്റെ തൊപ്പിയിൽ ലേസൊക്കെ ഇങ്ങനെ കൊട്ടി കൊടുത്തോണ്ട് അവ തൊപ്പിയും പിടിച്ചിട്ട് അതിങ്ങനെ എടുത്ത് കഴിച്ചിട്ടാണ് വണ്ടിയിൽ കയറിപ്പോയത്. നല്ല വെയിൽ കാരണം തൊപ്പി മേടിച്ചു. അവൻ അങ്ങനെ ഇടൊന്നും ചെയ്തില്ല. പിന്നെ അവിടെ പോയിട്ട് ആ വെള്ളത്തിലും കൊണ്ടുപോയിട്ടു ആ തൊപ്പി. അങ്ങനെ അവിടെ എത്തി. സൂപ്പർ സ്ഥലം പറഞ്ഞാൽ സൂപ്പർ സ്ഥലം കേട്ടോ, അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള വെള്ളം കണ്ടോ അവിടേക്ക്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ആ വലിയ ബോട്ടിൽ നിന്ന് പിന്നെ പകുതിയിൽ നിന്ന് വേറൊരു ബോട്ടിലേക്ക് കയറും. എന്നിട്ട് അതാണ് നമ്മളതിനെ അവിടേക്ക് കൊണ്ടുപോകുക, ഈ ഐലൻഡിൻ്റെ അവിടേക്ക്. വലിയ ബോട്ടും കൂടെ ഒന്നും വരാൻ പറ്റില്ലല്ലോ.
പിന്നെ നമ്മളങ്ങനെ നടന്നു പോകും. ജാക്കറ്റൊക്കെ അവിടെ ഊരി വെച്ചിട്ട് നമ്മളങ്ങനെ നടന്നു പോകും. അപ്പോൾ അവിടെ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്, എല്ലാതും ഉണ്ട്. ഐസ്ക്രീമും അതും ഇതും എല്ലാതും ഉണ്ട്. ഉള്ളിൽ അവിടെ തന്നെ ബാത്റൂമും എല്ലാതും ഉണ്ട്. ബാത്റൂം നല്ല വൃത്തിയുള്ള ബാത്റൂമാണെന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി പറഞ്ഞത്. ഞങ്ങളൊന്നും പോയില്ല. ആ ചേച്ചി പറഞ്ഞു അവിടുന്ന് നല്ല ബാത്റൂമാണ്, നല്ല വൃത്തിയുണ്ടെന്ന് പറഞ്ഞു. നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒന്നും കൊണ്ടിടാതെ. പിന്നെ ഫുള്ള് ഫോട്ടോ കൊണ്ട് ഫോട്ടോ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കണു, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണു, പാറയുടെ മുകളിൽ കയറി നിൽക്കണു, വെള്ളത്തിൽ നിൽക്കണു. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്തേച്ച് കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. നല്ല ഭംഗിയിട്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു സൈഡിലേക്ക് ഞാനിങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു കേട്ടോ, ഇവിടെ പാമ്പെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ. നോക്കുമ്പോൾ നേരെ മുന്നിൽ പാമ്പ്. അങ്ങനെ ഞാൻ പാമ്പേ വിളിച്ചിട്ട് ഓടി. അതാ എന്താണ് ശരിക്കുള്ളതിൽ കേൾക്കാതെ. ഇപ്പം ഞാൻ സൗണ്ട് ഇങ്ങനെ പറയണോണ്ട് കേൾക്കില്ല. ശരിക്കുള്ള വീഡിയോയിൽ ഞാൻ പാമ്പ് കണ്ടു പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു. നല്ല രസമുള്ള പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയപ്പോഴേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചു പാമ്പുണ്ടെങ്കിലോ എന്ന്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നിട്ട് പാമ്പിനെ കണ്ടത്. അവിടെ നമ്മൾ ഒരു 12 മണി ആ ഒരു സമയത്ത് എത്തിയത്. 12 മണി 12:30 ഉണ്ടാവും. 2 മണിക്ക് ബോട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ 2 മണി വരെ അവിടെ നിന്നോളാൻ പറഞ്ഞിട്ട് അവർ പോയി. 2 മണി വരെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമുണ്ട്. നല്ല വെയിലും. പക്ഷെ വെയിലൊന്നും നോക്കിയില്ല. വെള്ളം കണ്ട വഴിക്ക് എല്ലാറ്റിയും വെള്ളത്തേക്ക് ചാടി. പിന്നെ ഫുള്ള് വെള്ളത്തിൽ കളിയായിരുന്നു. ഞാനും കുറേ വീഡിയോ കൊടുത്തു, പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ ഇങ്ങനെ നടന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കഴിക്കാനൊന്നും മേടിച്ചില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ കുറേ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് തന്നെ ലേസും അതും ഇതും ഫ്രൂട്ടി അതും ഇതൊക്കെ ഇട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല വിലയാണ്. പുറത്തിനെയും കാറ്റും വില അതിൻ്റെ ഉള്ളിൽ. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് അവരൊക്കെ കൂടി വലിച്ചു കൊണ്ടുവരണ്ടേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ലാഭമൊക്കെ വേണ്ടേ. അപ്പോൾ നല്ല വില. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് വേർത്ത് വാടി ഒലിച്ച് വരുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കും. അപ്പോൾ അവർക്ക് നല്ല കച്ചവടം ഉണ്ടാവുമല്ലോ. ആണ് സംഭവം. അതാണ് നമ്മൾ ഒന്നും ഇങ്ങോട്ട് കയറ്റാത്തത്. നമ്മളിതിപ്പോൾ അവിടെ ഇവിടെ ഇടുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടില്ലേ. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ അവിടെയൊക്കെ ഫുള്ള് നടന്നു. പിന്നെ 2 മണിക്കാണ് നമ്മുടെ ബോട്ട് വന്നത്. അപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ കുറേ നേരം ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിന് നിറയെ ഫിഷ് മാത്രമല്ല വേറെ ഉണ്ട്. എന്നാലും നല്ല ഫിഷ് ഉണ്ടല്ലോ. അപ്പം തന്നെ പിടിച്ചോണ്ട് നമുക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടണതൊന്നും അത്ര നല്ലതെന്നാവില്ല. ഇത് ഫ്രഷ് ആയിട്ടുള്ളത് അപ്പം കൊടുന്നത് നമുക്ക് അപ്പം തന്നെ എന്താ വേണ്ടി വെച്ചാൽ അവരുണ്ടാക്കിയിട്ട് കൊടുന്ന് തരും നല്ല ചൂടോടെ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയി. അത് ഞാൻ എന്നിട്ട് ഞണ്ട്, പിന്നെന്താ ചെമ്മീൻ, കൂന്തൾ, പിന്നെ വലിയ മീനൊന്നും ഞാൻ കഴിച്ചില്ല. എനിക്ക് അതിനോടൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ 3 സാധനങ്ങളായിരുന്നു ഏറ്റവും ഇഷ്ടം. അതിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു ഞണ്ട്. അപ്പോൾ ആ ഞണ്ടൊക്കെ മേടിച്ചിട്ട് ഞാൻ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ്. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു മീൻ കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണമെന്ന്, ഫ്രഷ് മീനായിരിക്കും. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ നേരെ പിന്നെ അവിടേക്ക് റൂമിലേക്ക് പോവുക ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റിസോർട്ട് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. കാരണം നമ്മൾ നേരെ പിന്നെ ഹോട്ടലിലേക്ക് പോവാണ്. അന്ന് രാത്രിയാണ്. രാത്രി ഒരു 7:30 ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ പരിപാടി ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടികളുള്ളത്. അപ്പോൾ നേരെ റിസോർട്ടിൽ പോയി. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ ഹോട്ടലിൽ പോയി. പിന്നെ അവിടെ നിന്നാണ് ഫ്രഷൊക്കെ ആയിട്ട് രാത്രി അങ്ങോട്ട് പോയത്. അപ്പം ഞാൻ ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഭയങ്കര ലെങ്ത്ത് കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം 22 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ലെങ്ത്ത് കൂടുതലാണ്, ചെറുതാക്കുന്നു. അപ്പം ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 25, 26, 30 ആവും. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ശരി അത് നമുക്ക് ലാസ്റ്റ് പാട്ടായിട്ട് ഇടാമെന്ന്. അപ്പോൾ പിന്നെ ഈ ഒരു വിശേഷങ്ങൾ മാത്രം, ഈ ഐലൻഡിലത്തെ വിശേഷങ്ങൾ മാത്രമുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. ഒരു 12 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അത് മാത്രമായിട്ട് ഇടാന്ന്. ഇത് അങ്ങോട്ട് ആ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പാമ്പിനെ കണ്ടത്. ആ താഴത്തേക്ക് പോയപ്പോഴാണ് ഞാൻ പാമ്പിനെ കണ്ടിട്ട് ചെറിയിട്ട് പോകുന്നത്. ഒരു മഞ്ഞ നിറയെ ഇങ്ങനെ വരവരായിട്ട്. ചേരയൊന്നുമല്ല അത്, എനിക്ക് തോന്നുന്നു. ചേരൊന്നും ആവില്ല. അങ്ങനെ നല്ലൊരു ഇങ്ങനെ കുത്തും പുള്ളിയൊക്കെ ആയിട്ടുള്ളൊരു പാമ്പ്. ശരിക്കും പേടിച്ചു പോയി ഞാൻ. അവിടെ നിന്ന് ഞാൻ ചീറിയിട്ട് ഓടി. ഞാൻ ശരിക്കും അവിടെയൊക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോയപ്പോൾ പാമ്പിനെ കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ ഓടിപ്പോന്നു. കണ്ടില്ലേ, ഈ സമയത്താണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയി.
പാമ്പിനെ കണ്ടപ്പോൾ പേടിച്ചിട്ട് ഇങ്ങനെ തന്നെ ഓടി. പിന്നെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. പിന്നെ അങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അങ്ങനെ റിസോർട്ടിൽ നിന്ന് പിന്നെ റൂമിൽ പോയി നൈറ്റ് ഫംഗ്ഷന് പോയി. അപ്പോൾ നൈറ്റ് ഫംഗ്ഷന് പോയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഇനി കുറച്ച് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നവർക്കും ബോറായില്ലേ. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാവുന്നതാണ്. എത്ര ഉള്ളു വിശേഷങ്ങൾ. അന്ന് പിന്നെ അത്ര തന്നെ. നൈറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിൽ വന്ന് പിന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എണീച്ച് നേരെ ഡിമാർട്ട് മാളിക്ക് പോയി. പിന്നെ നമ്മളുടെ ട്രെയിൻ 4:30 മംഗലാപുരത്തു നിന്നായിരുന്നു. അപ്പോൾ നേരെ മംഗലാപുരത്ത് പോയി. ഉടുപ്പിന്ന് സ്കൂൾ ബസ്സിൽ തന്നെ മംഗലാപുരത്ത് പോയി. പിന്നെ അവിടുന്ന് ട്രെയിൻ കയറി ഒരു 9:30 ഷൊർണൂരെത്തി. പിന്നെ ഷൊർണൂരിൽ നിന്ന് നമ്മൾ കുറച്ച് പോയിട്ട് അവിടെ നിന്നോട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് 12 മണിക്ക് വീട്ടിലെത്തി. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. അതാണ് ഇതിൽ കേട്ടോ. 2 മണിക്ക് ഇത് വന്നു, ബോട്ട് വന്നു, നമ്മൾ തിരിച്ചു പോയി. പിന്നെ എടുത്തത് ഇതാണ് ഫിഷ് കഴിക്കണത്. അതെനിക്കൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഫോൺ എങ്ങനെയാണ് വിൽക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നെടുത്തു. പിന്നെ രാജേഷേട്ടൻ്റെ ഫ്രണ്ട് എടുത്തൊരു പിക്ക് ഉണ്ടായിരുന്നു മീൻ്റെ, അതും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോയാണ് കേട്ടോ. കണ്ട എല്ലാതും പിന്നെ മുള്ളാണേ കാണുന്നത്. കാരണം എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല അതിൽ. അത്ര തന്നെ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. വേഗം ഞാൻ ഇടാട്ടോ. കാരണം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ മോന് പനിയും പിടിച്ചു. അപ്പോൾ പിന്നെ തീരെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. വേറെ ഇനിയിപ്പോൾ അതിലൊന്നുമില്ല. പിന്നെ കുറച്ച് ഫോട്ടോസാണുള്ളത്. ആ മീനിൻ്റെ അതിൻ്റെ ഫോട്ടോസും പിന്നെ ഞങ്ങളന്ന് ഐലൻഡിൽ പോയപ്പോൾ എടുത്ത കുറച്ച് പിക്കും. വേറെ ഒന്നുമില്ല. അപ്പോൾ ബൈ.